ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ 4 STS ക്രെയിൻ, വിഴിഞ്ഞത്തിൻ്റെ അഭിമാനമായ 4 STS ക്രെയിൻ തലയുയർത്തി നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ട്രഡ്ജിങ്ങിൻ്റെ ഔട്ട്പുട്ട് ഓസ് നമുക്ക് കാണാൻ സാധിക്കും, ഔട്ട്പുട്ടും കാണാൻ സാധിക്കും. ആ ഔട്ട്പുട്ട് ഓസിൽ നിന്ന് വരുന്ന മണലും വെള്ളവും കടലിലേക്ക് തിരിച്ചൊലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ബാരക്കേഡ് നിർമ്മാണം അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധ നിർമ്മാണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടുതൽ വ്യൂവിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ പൊസിഷനിൽ നമുക്കിവിടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡമ്പിങ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ധാരാളം എക്സ്കവേറ്റർ ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എൻഡ് ഓൺ ഡമ്പിങ്ങിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നത്. എൻഡ് ഓൺ ഡമ്പിങ് പോലെ തന്നെ അതേ സ്പീഡിൽ തന്നെയാണ്, അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ എല്ലാ വർക്ക് സ്പീഡിൽ നിന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ആക്രോപോഡും ഫില്ല് ചെയ്തിരുന്നു. ഒരു പച്ച നിറത്തിലുള്ള ആക്രോപോഡ് ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഈ ക്രെയിൻ ഉപയോഗിച്ച് ആക്രോപോഡിൻ്റെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ നടക്കുന്നത്. വളരെ കുറച്ച് ദൂരമാണ് ഇനി ആക്രോപോഡ് ഒരു സൈഡ് ഫില്ല് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഫുൾ ഫ്ലഡ്ജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. ഒരു സൈഡ് ആക്രോപോഡ് ഫില്ല് ചെയ്ത് വരുന്നതോടൊപ്പം മറു സൈഡാവട്ടെ നമുക്ക് ഈ പറഞ്ഞ ഇഞ്ചിൻലെസ് ബാർജിൽ കൊണ്ടുവന്ന് ഹെവി സ്റ്റോണുകൾ കണ്ടോ, ഹെവി സ്റ്റോൺ ഇവിടെ അടുക്കി വരുവാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു പൊസിഷനും അപ്പുറത്തെ ആക്രോപോഡ് പൊസിഷനും കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ ഘടനയ്ക്ക് ഹെവി തിരമാല വന്നാലും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഫൈനലായിട്ട് ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഈ പറയുന്ന സ്റ്റോണും ഈ ആക്രോപോഡും ഫൈനലായിട്ട് ഫിക്സ് ചെയ്യുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇങ്ങ് ബേക്കിലാണ് നമുക്ക്, അതായത് വളരെ ദൂരെയാണ് നമുക്ക് ഇന്ന് ഈ പറയുന്ന ഡ്രഡ്ജർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്രഡ്ജറിൻ്റെ ഓസിൻ്റെ ഔട്ട്പുട്ടൊക്കെ കണ്ട് അടുത്ത വ്യൂയിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ വ്യൂ. അത് മാത്രമല്ല ഒരു പൊസിഷൻ ബാർജും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ഈ വശത്തുള്ള വ്യൂ. അത് മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ധാരാളം ലോറികൾ ആക്രോപോഡുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം എക്സ്കവേറ്റർ നമുക്കിവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വ്യൂയിലാണ് ഞാനുള്ളത്. കണ്ടോ, ധാരാളം ലോറികളും എക്സ്കവേറ്ററും വെയിറ്റ് ചെയ്ത് നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ വളരെ ഈസി ആയിട്ട് നടക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് വളരെ ദൂരെയായിട്ടൊരു സ്പ്ലിറ്റ് ബാർജ് കാണാൻ സാധിക്കും. കണ്ടോ, ഇത്രയുമാണ് നമുക്ക് ഈ വ്യൂവിൽ കിട്ടുന്നത്. നമുക്കിനി അടുത്തൊരു വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ട്രഡ്ജറിൻ്റെ ഔട്ട്പുട്ട് ഓസും അതുമാത്രമല്ല നമുക്ക് STS ക്രെയിനും നമുക്ക് റെയിൽ മൗണ്ടർ ഗ്രാൻഡി ക്രെയിന് അതും യാർഡിൻ്റെ വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ട്രഡ്ജറിൻ്റെ ഔട്ട്പുട്ട് ഹോസ് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് തിരിച്ചൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ബാരക്കേഡ് പോലുള്ള കരിങ്കല്ല് കെട്ടിയിട്ട് നമുക്ക് അതായത് നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് ബ്രേക്ക് വാട്ടർ കെട്ടുന്നത് പോലെ തന്നെ ഇവിടെ ഉണ്ടോ ഇങ്ങനൊരു കെട്ട് വരുന്നുണ്ട്. അത് ഈ പറയുന്ന ബെർത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ് ഈ ഒരു ബാരക്കേഡ് വരുന്നുണ്ടോ. ഈ വശത്തെല്ലാം നമുക്ക് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കുക. ഇവിടെ എല്ലാം വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറി കരഭാഗം പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഫിനിഷായിരിക്കുന്നു. അതായത് വളരെ സ്പീഡിലാണ് ഈ വർക്കെല്ലാം നടക്കുന്നത്. ഇങ്ങനെ ഫിനിഷാവാൻ കാരണം ഈ പറഞ്ഞ ട്രഡ്ജ് ചെയ്ത മണൽ ധാരാളമായി ഇവിടെ നിരത്തിയിട്ടത് കൊണ്ടാണ് കണ്ടോ കടലിൽ ബാക്കിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ കെട്ടുകൂടി വന്ന് നേരെ ഇവിടെ കയറുമ്പോഴത്തേക്കും ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ പറയുന്ന യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ ഫാസ്റ്റായിട്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ ആഴ്ചത്തെ വീഡിയോ നിങ്ങളോട് നോക്കിയാൽ അറിയാം. മാറ്റങ്ങൾ നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട്, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആ മാറ്റങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ പോർഷനൊക്കെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ട്രഡ്ജ് ചെയ്ത മണലും വെള്ളവും ഇവിടെ വന്നുകൊണ്ടിരുന്നു. ആ മണലും വെള്ളവും എക്സ്കവേറ്റർ ഉപയോഗിച്ച് കോരി മാറ്റി നമ്മൾ കാണാൻ സാധിച്ചു. അവിടെ എല്ലാം ഇപ്പോൾ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് നികത്തിയെടുത്തിരിക്കുന്നുണ്ടോ. ഈ വശത്തെല്ലാം നല്ല ഫിനിഷ് ആയിരിക്കുന്നു. ഇനി കുറച്ച് ഹൈറ്റ് വേണ്ടി വരും. ഉറപ്പായിട്ട് ട്രഡ്ജ് ചെയ്ത മണൽ കൊണ്ടുവന്ന് ഇവിടെ അതായത് ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ കെട്ടുന്ന പോലെ ഇവിടെ കെട്ടി ഇവിടെ മുട്ടിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ അതേപോലെ ഈ ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് യാർഡിൻ്റെ എക്സ്റ്റൻഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ വലിയ മാറ്റങ്ങളിലേക്കാണ് മണലെല്ലാം ലെവൽ ചെയ്ത് വലിയ വ്യത്യാസത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ആ വെള്ളം കെട്ടി മാറ്റുന്നതിന് വേണ്ടി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ മണ്ണ് കോരി ലോറിയിലേക്ക് മാറ്റുവാണ്. ഈ മണ്ണ് ചിലപ്പോൾ മുകളിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഓരോ പണികളാണ് ഡേ നൈറ്റായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ബെർത്തിൻ്റെ വർക്കാണെങ്കിലുണ്ടോ ഇത്രയും ദൂരം നമുക്കിവിടെ നിന്ന് കോൺക്രീറ്റ് വർക്കുകൾ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇത്രയും ദൂരം തന്നെ കോൺക്രീറ്റ് വർക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു 650 മീറ്ററോളം കോൺക്രീറ്റ് വർക്ക് ആയി കാണും, ഉറപ്പാണ്. നമുക്ക് സെൻട്രൽ ഹബ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് കിട്ടിയ ശേഷം നമുക്കത് മനസ്സിലാക്കാം. 600 580-600 മീറ്റർ ആയപ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള സ്റ്റാറ്റസ് നമ്മൾ എടുത്തിട്ടില്ല. അത് ഈ ഒരു 5 ദിവസം കൂടുമ്പോഴാണ് ഈ സെൻട്രൽ ഹബിൽ അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് നോക്കാം. ഏതായാലും 650 മീറ്റർ അടുത്ത് ഉറപ്പായിട്ട് ആയി കാണും. ഇത്രത്തോളം മാത്രമാണ്, ഞാൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രത്തോളം മാത്രമാണ് നമുക്കിനി
അതായത് ഈ ക്രെയിന് നിൽക്കുന്ന സ്ഥലം ഇത്രത്തോളം മാത്രമാണ് ബ്രേക്ക് വാട്ടറല്ല നമ്മളെ ബെർത്തിൻ്റെ വർക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ചെറിയ ചെറിയ വാക്കുകൾ തെറ്റിപ്പോകുന്ന ലൈവായിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ നമ്മൾ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് ഇനിയൊരു എഡിറ്റിംഗ് ഇല്ല. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ വീഡിയോ മാത്രം ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ആ ഒരു വ്യൂവിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യമാണ് നമുക്ക് എപ്പോഴും ഉള്ള പ്രോത്സാഹനവും വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് STS ക്രെയിനും നമുക്ക് കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനും നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോയിൽ കണ്ട ഈ ഒരു പോർഷൻ നമ്മൾ കണ്ടിരുന്നു. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാർഡിൻ്റെ പോർഷൻ, യാർഡ് എക്സ്റ്റൻഷനും പിന്നെ അത് മാത്രമല്ല നമുക്കവിടെ ഇൻ്റർലോക്കിൻ്റെ പണികളാണ് നടന്നത്. അതിൻ്റെ പകുതിയോളം ഇൻ്റർലോക്ക് വർക്ക് പണി കഴിഞ്ഞിരിക്കുന്നുണ്ടോ. അങ്ങ് അറ്റത്തായിരുന്നു ഇൻ്റർലോക്ക് ഉണ്ടായിരുന്നത്. ആ പണികളെല്ലാം പകുതിയോളം കഴിഞ്ഞിരിക്കുന്നു കണ്ടോ. ഇനി ഇത്രയും ഭാഗമാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച നിരത്തിയതിൽ ഇൻ്റർലോക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളത്. ആ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതാ ഇപ്പുറത്ത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ ഒരു മിനി ക്രഷർ യൂണിറ്റും ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മളെ പോർട്ട്, ധാരാളം ഹെവി ലോറികൾ ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് പോർട്ടിൻ്റെ വർക്കുകൾ വളരെ വേഗം തന്നെ നടക്കുന്നത്, വളരെ വേഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ. ഇതാണ് ഈ വശത്തു നിന്നുള്ള വീണ്ടും നമുക്ക് കുറച്ച് അടുത്തുകൂടി പോയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടും. ഇവിടെ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് താഴെ ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഉണ്ടോ. ഇവിടെ ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ സാധിക്കും. അത് മാത്രമല്ല വളരെ ദൂരെയായിട്ട് ഇതാ ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നു ഉണ്ടോ. ഇവിടെ എല്ലാം വർക്ക് നേരത്തെ കാട്ടിയൊക്കെ വളരെ വ്യത്യാസമുണ്ട്. വളരെ ദൂരെയായിട്ട് കാണുന്നതാണ് PO ബിൽഡിങ്. അതിൻ്റെ മുകളിൽ നമ്മൾ യാർഡിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ വശത്ത് നടക്കുന്ന വർക്കുകൾ കേട്ടോ. ഇനി നമുക്കൊരു 3-4 വ്യൂവിൻ്റെ അടുത്ത് പോയാൽ മാത്രമാണ് നമ്മളെ വീഡിയോ കംപ്ലീറ്റിലേക്ക് പോവുക. ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കോമ്പൗണ്ട് വാളിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എവിടം വരെ ആയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോയാൽ മാത്രമേ അതറിയാൻ സാധിക്കുള്ളൂ. നമുക്ക് ഇനി അങ്ങനെ ഒരു വ്യൂവിലേക്ക് പോവാം. ആ വ്യൂവിലേക്ക് പോയിട്ട് 3-4 വ്യൂവിലേക്ക് പോയിട്ടായിരിക്കും നമ്മളെ വീഡിയോ എപ്പോഴും കംപ്ലീറ്റ് ചെയ്യുക. നമുക്കിനി ആ ഒരു വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വ്യൂ എല്ലാവർക്കും സുപരിചിതമാണ്. നമുക്ക് നേരത്തെ നമ്മൾ കണ്ട പോലെ ട്രെഡ്ജ് ചെയ്ത ആ ഭാഗമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇത് പോർട്ടിനകത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ യാർഡിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ സ്ഥിരം പറയുന്ന പോലെ E04 CRMG E04 എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ അവിടെ തന്നെയുണ്ട്. യാർഡിൻ്റെ എക്സ്റ്റൻഷൻ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ നേരത്തെ തന്നെ ബ്രേക്ക് വാട്ടറിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൻഡോൺ ഡംപിങ്. അത് ഇവിടെ വന്നാലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം, ഇവിടെ വന്നതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നുണ്ടോ ഈ താഴെ നമ്മൾ കാണുന്നത് പോലെ ധാരാളം നാച്ചുറൽ സ്റ്റോണാണ് അവിടെ ഇവിടെ ആയിട്ട് കൂട്ടിയിട്ടിരിക്കുന്നതും സ്ലാബും വ്യക്തമായിട്ട് കാണുന്ന പൊസിഷനിലാണ് നമ്മളുള്ളത് ഉണ്ടോ. പിന്നെ ഇതിപ്പോൾ ആ പണികൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു കോമ്പൗണ്ട് വാളിൻ്റെ ഭാഗമായിട്ട് ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം, അതായത് നമ്മൾ ഇതേപോലെ കോമ്പൗണ്ട് വാൾ ഇപ്പോൾ കെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെയാണ് കോമ്പൗണ്ട് വാൾ കെട്ടുന്നത്. ഈ കോമ്പൗണ്ട് വാളിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നത് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന കോൺക്രീറ്റ് ഭാഗം ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നത്. ആ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ധാരാളമായിട്ട് സ്ലാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബർത്തിലേക്ക് ആവശ്യമായിട്ട് സ്ലാബുകൾ കാണാൻ സാധിക്കും. ഇതാണ് ഈ വശത്തു നിന്നുള്ള വ്യൂ. അതുമാത്രമല്ല ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം അവിടെ കൂട്ടിയിട്ടിരുന്ന നാച്ചുറൽ സ്റ്റോൺ എല്ലാം എക്സ്കവേറ്റർ വെച്ച് നമുക്ക് ലോറികളിലേക്ക് മാറ്റുവാണ്. ഇത് നേരത്തെ തന്നെ ഞാൻ പണ്ട് മുതലേ പറയുന്നത് പോലെ തരം തിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോണാണിത്. ഇത് വളരെ വലിയ നാച്ചുറൽ സ്റ്റോണാണ്. ഇത് നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഫൈനലായിട്ട് ഉപയോഗിക്കാനാണ്. അതായത് ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഏറ്റവും വലിയ നാച്ചുറൽ സ്റ്റോണുകൾ ഉപയോഗിക്കുന്നത് കണ്ടോ. അത് എക്സ്കവേറ്ററിൽ നിന്ന് ലോറിയിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പോർട്ടിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ CRMG E02 നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. STS ക്രെയിൻ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. നല്ല വെയിലും നല്ല പൊടിയും അത്യാവശ്യമായിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ നടക്കുന്ന വർക്കുകൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഉണ്ടോ. കല്ലുകളൊന്നും ചെറുതാക്കാതെ തന്നെയാണ്, വലിയ പീസ് സ്റ്റോൺ തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇതാ ചുറ്റുമതിലിൻ്റെ വർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ എല്ലാം ചുറ്റുമതിലിൻ്റെ വർക്കും തൊട്ട് താഴെ ഉണ്ടോ. റോഡും ക്ലിയർ ആയിട്ട്, ഈ റോഡ് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് പോർട്ടിൻ്റെ വെളിയിൽ കൂടി റോഡ് ഉണ്ടോ. ഇതെല്ലാം ഇവിടെ റെഡി ആയിരിക്കുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഇതെല്ലാം റെഡിയായത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ടെല്ലാം റോഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം എത്രത്തോളമാണ് പണി നടക്കുവാണെന്ന്. ഇവിടെയും ധാരാളം സ്ലാബ് കാണാൻ സാധിക്കും. CRMG E01 നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഒരു സംശയം കാണും, സ്ഥിരം വ്യൂ എന്നാണല്ലോ അപ്ഡേഷൻ എടുക്കുന്നത് എന്നുള്ളത്.
നമുക്ക് ഈ സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ വളരെ ദൂരെ നോക്കുമ്പോൾ പോർട്ടിൽ ഇതൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അകത്ത് കയറിയാൽ ഇത്രയും വ്യക്തമാവില്ല, കാരണം അകത്ത് വലിയ സ്പേസാണ്. വലിയ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത്രയും വലിയ സ്പേസിനകത്ത് നമ്മൾ കയറി എവിടേക്ക് എന്തൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്ക് ഒരു പിടുത്തം കാണില്ല. അതുമാത്രമല്ല അകത്ത് എപ്പോഴും പെർമിഷൻ ഉള്ളതല്ല, അതാണ് മെയിൻ കാരണം. ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പോർട്ടിൻ്റെ ഓരോ സ്ഥലത്തു നിന്ന് ഷൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഉദ്ദേശം നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാകും. ഇതാണ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കേണ്ട കാരണം. പിന്നെ ഞാൻ പറയുന്ന പോലെ നമ്മുടെ എഫിഷ്യൻസിൻ്റെ ഭാഗമായിട്ട് GRMG Z01 ഉണ്ടോ, Z01 കണ്ടെയ്നർ ക്യാരി ചെയ്ത് നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. Z01 ഇതുവരെ നീങ്ങുന്ന നമ്മൾ കണ്ടില്ല. E0 ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇതാ Z01 വളരെ ഫാസ്റ്റായിട്ടാണ് നീങ്ങുന്നത് ഉണ്ടോ. അതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. 3 സീരീസിലെ ക്രെയിനുകളാണ് നിലവിലുള്ളത്. E സീരീസും D സീരീസും C സീരീസും. നമ്മുടെ ഈ പോർട്ടാവട്ടെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പല പോർട്ടിലും പല പാർട്ടാണെങ്കിലും നമ്മുടെ ഈ പോർട്ട് 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 സീരീസിലുള്ള ക്രെയിൻസും ഇവിടെ ഉണ്ടോ. C01 ആണ് ലോഡ് ടെസ്റ്റ് നടത്തുന്നത്. ഇത് റിലീസ് ചെയ്തിരിക്കുന്നു. 40 ഫീറ്റ് കണ്ടെയ്നറും 20 ഫീറ്റ് കണ്ടെയ്നറും നിലവിൽ യാർഡിൽ എപ്പോഴും ഉള്ളതാണ്. റിലീസ് ചെയ്തിട്ട് ഇന്ന് ബാക്ക്വേർഡ് പോകാനായിരിക്കും. കണ്ടോ, വളരെ ഫാസ്റ്റായിട്ടാണ് ബാക്കിലോട്ട് പോകുന്നതും. ഇങ്ങനെ പോർട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിലോട്ട് പോയി. തൊട്ടടുത്തൊരു 40 ഫീറ്റ് കണ്ടെയ്നറും ഉണ്ട്. ഇതാണ് ഈ വ്യൂവിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. കുറച്ചുകൂടി അടുത്ത് നിന്ന് തന്നെ ഞാൻ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടിയിരിക്കുന്നത്. കണ്ടോ, സൂമൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ചൊരു അടുത്തുള്ള വിഷ്വലാണ്. എൻ്റെ തൊട്ടടുത്തുള്ള വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് വിഷ്വലെല്ലാം ഷൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറുന്നുണ്ട് അവരെ പെർമിഷനോടെ. അവർ തരുന്ന പെർമിഷനാണ് നമുക്ക് ഈ വീഡിയോ അപ്ഡേഷൻ എടുക്കാൻ പറ്റുന്നത്. അവർ പെർമിഷൻ തന്നില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വീഡിയോ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം വളരെ ദൂരെ നിന്ന് കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്ത് നിന്ന് മാത്രം ഷൂട്ട് ചെയ്താലേ നമുക്കിങ്ങനെ വ്യക്തമായിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കിനി അടുത്തൊരു വ്യൂവിൽ നിന്നും ഈ കാഴ്ചകൾ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാം. ഫ്രണ്ട്സ്, ഈ വ്യൂ ആട്ടെ നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ മുൻവശത്തുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ഉണ്ടോ. ഇവിടെ നിന്ന് പോർട്ടിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ STS ക്രെയിനും യാർഡ് ക്രെയിനുകളും നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. അതുമാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെർത്ത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കാണാൻ സാധിക്കും. അവിടെയുള്ള സ്റ്റോണുകളെല്ലാം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മാറ്റുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഉണ്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ യാർഡിൻ്റെ, അതായത് ഈ പറയുന്ന ബെർത്തിൻ്റെ മുന്നിലെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ വിഷ്വല്. ഇവിടം തൊട്ടാണ് കോൺക്രീറ്റ് പോർഷൻ നമ്മുടെ ബെർത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ടഗ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ C01 വളരെ ഫാസ്റ്റായിട്ട് കണ്ടെയ്നർ പിക്ക് ചെയ്യാൻ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഉണ്ടോ. എനിക്ക് തോന്നുന്നു 40 ഫീറ്റ് കണ്ടെയ്നർ പിക്ക് ചെയ്യേണ്ട ഉദ്ദേശമാണ് നിലവിൽ. എന്താ ക്രെയിൻ അവിടെ വന്നു. നമുക്ക് നോക്കാം 40 ഫീറ്റ് കണ്ടെയ്നർ ആണോ എന്ന്. എങ്കിലും നമുക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും അത്. അതെ 40 ഫീറ്റ് കണ്ടെയ്നർ തന്നെയാണ് പിക്ക് ചെയ്യുന്നത്.
ഇതാ പിക്ക് ചെയ്തെടുക്കുന്നു. വളരെ ഫാസ്റ്റായിട്ടാണ് പിക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ആ സൈഡിൽ നിന്ന് നേരെ ഈ സൈഡിലേക്ക് വന്നു, സെൻട്രൽ പോർഷനിലേക്ക് വന്നു. ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് ക്രെയിൻ നീങ്ങുന്നത്. ഉണ്ടോ? ഇങ്ങനെ നല്ലൊരു കാഴ്ച നമുക്ക് മിക്ക പ്രാവശ്യം ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും വരുന്ന ഇവിടെ എത്തുന്ന ഉച്ചയ്ക്കുള്ള സമയത്താണ്. ഇപ്പോഴും അതേ ഉച്ച സമയമായിട്ടുണ്ട്. ഏറ്റവും ബാക്കിലേക്കാണത് പോകുന്നത്. ഉണ്ടോ? ഇത് E01 ആണിത്. E01 നമ്മളെ മുന്നിൽ കാണാൻ സാധിക്കും. E02 കാണാൻ സാധിക്കും. ഇനി അവിടെ ചെന്ന് അൺലോഡ് ചെയ്യുന്നതായിരിക്കും പതുക്കെ പതുക്കെ. കണ്ടോ? ഇതാ വന്നു. ഇത് അൺലോഡ് ചെയ്തു. ഇതാണ് നമുക്ക് Z01 ലോഡിങ് ഫങ്ഷൻസ്. ഇനി തൊട്ട് താഴെ, ഞാൻ നിൽക്കുന്ന തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കോമ്പൗണ്ട് വാൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ഫുള്ള് കോമ്പൗണ്ട് വാളായിരിക്കുന്നു. കോമ്പൗണ്ട് വാളിൻ്റെ പണികളായിട്ട് നമ്മൾ സ്റ്റാഫുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? വർക്കേഴ്സ് കോമ്പൗണ്ട് വാളിൻ്റെ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോമ്പൗണ്ട് വാളിൻ്റെ ഭാഗമായിട്ട് റോഡും ഉണ്ടോ? ഈ കോമ്പൗണ്ട് വാളിൻ്റെ വെളിയിൽ റോഡ്, അകത്ത് നമ്മളെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുപോകുന്നതിനുള്ള റോഡുമുണ്ട്. ധാരാളം നാച്ചുറൽ സ്റ്റോണാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ചെറിയ ചെറിയ മരങ്ങളൊക്കെ മാറ്റി അതിൻ്റെ ഇടയ്ക്ക് സ്ലാബൊക്കെ എടുത്ത് എല്ലാം ക്ലീനിങ് ഫൈനലൈസേഷൻ വർക്കിലേക്ക് പോകുന്നത് പോലെയാണ് എല്ലാ വർക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇവിടെ നോക്കിയ പോർട്ടിൽ ഏതാണ്ട് വശങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന വർക്കുകൾ. നമ്മൾ പുതിയതായിട്ടാണ് എന്താ ഒരു വർക്ക് സ്റ്റാഫ് നിൽക്കുന്ന ഒരു ടെമ്പററി ഷെൽട്ടറാണെന്ന് തോന്നുന്നു. അതിൻ്റെ പണികൾ ഈ ആഴ്ച തൊട്ടാണ് അത് കണ്ടു തുടങ്ങിയതുണ്ടോ? അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. അതും എടുത്തു പറയേണ്ട ഒരു വർക്കുകളാണത്. കഴിഞ്ഞ ആഴ്ച ഒന്നും അതില്ലായിരുന്നു. ഇനി നമുക്ക് PO ബിൽഡിങ്ങിൻ്റെ ബാക്കിലത്തെ പണികളും ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിലേക്ക്, അതായത് എൻഡ് ഓൺ ഡംപിങ്ങിലേക്ക് സ്റ്റോൺ കൊണ്ടുപോകുന്ന സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി, എങ്ങനെയാണ് സ്റ്റോൺ കൊണ്ടുപോകുന്നതെന്നും ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ നമുക്ക് സ്ഥിരം പോകുന്ന വ്യൂ ആണ്. നമുക്ക് ആ വ്യൂയിലേക്ക് പോകാം. നമ്മൾ ഈ ഭാഗത്തേക്കാണ് വ്യൂ എടുക്കാൻ പോകുന്നത്. നമുക്കിനി അങ്ങോട്ടുള്ള വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വ്യൂയിൽ നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്നും കോമ്പൗണ്ട് വാൾ നമുക്കിവിടെ നിന്ന് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. ആ തെങ്ങിൻ്റെ ഇടയിൽ കൂടി കാണുന്നതെല്ലാം പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാൾ ഇങ്ങനെ താഴെ കൂടി വന്ന് ഇങ്ങനെ പോവാണുണ്ടോ? ഇങ്ങനെ പോയി കോമ്പൗണ്ട് വാൾ പോയി ഫുള്ള് കോമ്പൗണ്ട് വാളായിരിക്കുന്നുണ്ടോ? അതുവരെ ഈ പോർഷൻ, ആ ലോറി നിൽക്കുന്ന അതേ പോർഷൻ വരെ കോമ്പൗണ്ട് വാളായിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഇവിടെ തരംതിരിച്ച് കൂട്ടിയിട്ടുണ്ട്. തരംതിരിച്ചാൽ വലിയ സ്റ്റോണുകൾ മാത്രം ഇട്ടിട്ടുണ്ട്. കാരണം അതാ നിൽക്കുന്ന ഇഞ്ചിലെസ് ബാർജുണ്ട്. ഇഞ്ചിലെസ് ബാർജിലേക്ക് കയറ്റി നമുക്ക് എൻഡ് ഓൺ ഡംപിങ്ങിനും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെയുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 3-4 മെത്തേഡിലൂടെയാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം പുരോഗമിക്കുന്നത്. ഒന്ന് അതാ വരുന്നൊരു സ്പ്ലിറ്റ് ബാർജ് ഉണ്ടോ? അതാ വലിയ സ്പ്ലിറ്റ് ബാർജ്. ഈ സ്പ്ലിറ്റ് ബാർജിലെ സ്റ്റോൺ കയറ്റി എൻഡ് ഓൺ ഡംപിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ നിൽക്കുന്ന ഇഞ്ചിൻലെസ് ബാർജിലെ സ്റ്റോൺ കയറ്റി എൻഡ് ഓൺ ഡംപിങ്ങിന് പോകുന്നുണ്ട്. അതുമാത്രമല്ല ലോറികളിലായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുപോയി പോകുന്നുണ്ട്. ഈ 1-2 ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജും 1-2 സ്പ്ലിറ്റ് ബാർജും 4-5 ഇഞ്ചിൻലെസ് ബാർജും ഡേ നൈറ്റ് വർക്ക്. അതുമാത്രമല്ല ധാരാളം നാച്ചുറൽ സ്റ്റോണുകളും ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പുരോഗമനത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഇതാ ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണ് ഡംപ് ചെയ്യാൻ വേണ്ടിയാണ് ലോറികളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന വശത്തൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻഡ് ഓൺ ഡംപിങ്ങിനാണ് ആ ലോറികൾ പോകുന്നത്. ആക്രോപോർട്ടിൻ്റെ ലോറികളെല്ലാം ഈ വശത്തൂടെ തന്നെയാണ്. എല്ലാ ലോറികളും ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് ഈ റോഡിൽ കൂടിയാണ് പോകുന്നത്. ഒരൊറ്റ എൻട്രൻസ് മാത്രമാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിനുള്ളൂ. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വർക്കുകൾ. ഇനി നമുക്ക്
ഈ ബ്രേക്ക് വാട്ടറിനെ ഫുള്ള് കാണാൻ പറ്റുന്നൊരു വ്യൂ ഉണ്ട്. നമുക്ക് ആ വ്യൂയിലേക്ക് പോകാം. അതിന് മുൻപേ നമുക്ക് ഇവിടെ വന്നാൽ പോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത് കുറച്ച് ഹൈറ്റ് കൂടിയ ബസ്സിൽ നിന്നാൽ മാത്രമാണ് എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുക. അതാ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ യാർഡ് ക്രെയിൻ ഉള്ളത് കാൻറ്റിലിവർ റെയിൽ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിൻ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഇതാണ് ഈ വശത്തു നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് അടുത്ത വ്യൂയിലേക്ക് പോകാം. ഈ ഒരു വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കോമ്പൗണ്ട് വാളിലെ ചെറിയ ചെറിയ പാർട്ടായിട്ട് കണ്ടതെല്ലാം ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. കേട്ടോ, ഇതാണ് നമ്മളെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാൾ. അവിടെ നിന്നേ വരുവാണ്. ഉണ്ടോ, ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാ കോമ്പൗണ്ട് വാൾ. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ വള്ളങ്ങളൊക്കെ നിർത്തിയിരിക്കേണ്ട അപ്പുറത്ത് കോമ്പൗണ്ട് വാളിൻ്റെ ഇടയ്ക്കും കാണുന്ന ആ പ്ലേസ് ലെവലാക്കിയിട്ടിരിക്കുന്ന പ്ലേസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ്. അവിടെ ഇവിടുത്തെ പിള്ളേർ കളിക്കാൻ വേണ്ടി ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കണം. ഈ ഭാഗങ്ങളെല്ലാം ഞാൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഭാഗങ്ങൾ ഇതെല്ലാം ഫസ്റ്റ് തന്നെ ട്രെഡ്ജ് ചെയ്ത മണൽ കൊണ്ട് ലെവൽ ചെയ്ത് വലിയൊരു ഗ്രൗണ്ട് പോർഷൻ ആക്കിയിട്ടുള്ളതാണ്. ആ പോസ്റ്റിലാണ് അവിടെയൊക്കെയാണ് വർക്കൊക്കെ നടക്കുന്നത്. വർക്ക് എന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്യുവാണ്. പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. 2-3 ദിവസം മുന്നേ വീഡിയോ ഇട്ടപ്പെടുന്ന ഈ വ്യൂവിൽ വന്നിരുന്നില്ല. ഭയങ്കര വെയിലാണ് ഇവിടെ കയറി കഴിഞ്ഞാൽ. നല്ല ഹൈറ്റുള്ള പ്ലേസാണത്. ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ എപ്പോഴും കിട്ടുന്നതാണ് വീഡിയോയ്ക്ക്. ഇതെവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എൻഡോൺ ഡബ്ബിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകളുമായിട്ട് ലോറിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇതാ വള്ളങ്ങൾ ധാരാളം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വള്ളങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതേപോലുള്ള മെഷീൻസൊക്കെ ഉപയോഗിക്കുന്നത്. കേട്ടോ, വള്ളങ്ങൾ 2 വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്ന വിഷ്വൽസ് 4 STS ക്രെയിൻ എപ്പോഴും നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ തന്നെയുള്ള ഏത് വശത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം എന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.